ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല കാറ്റും മഴയൊക്കെയാണല്ലോ, അപ്പോൾ നല്ലോണം പൊടിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ കുപ്പികളിലാണെങ്കിലും നമ്മുടെ തട്ടുമേലാണെങ്കിലും പൊടി വെക്കുന്ന പാത്രത്തിന്മേലൊക്കെ നല്ല പൊടി കയറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ജനലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അടുക്കളയാണല്ലോ, അപ്പോൾ നമുക്ക് നല്ല പൊടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ സാധാരണ തുടയ്ക്കും കാര്യങ്ങളും എന്നും ചെയ്യാറുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊന്ന് ഇടയ്ക്ക് നല്ല ഡീപ്പായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു വൃത്തിയല്ലേ. അപ്പോൾ എനിക്കിതൊക്കെ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കണം, ഞാൻ നന്നായിട്ടൊന്ന് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നാണ് എനിക്ക് കൂടിയത്. അപ്പോൾ ഇന്നൊക്കെ ഒന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഡീപ്പ് ക്ലീനിങ് ചെയ്തത് വിഷുവിനാണ്. ഇപ്പോൾ വിഷുവിന്, ഓണത്തിന്, അതുപോലെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ക്ലീനും കാര്യം ചെയ്യാറുണ്ട്. എങ്കിൽ പോലും എനിക്ക് ജനലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുക്കളയ്ക്ക് എപ്പോഴും നല്ല പൊടിയും കാര്യങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ഇതേമാതിരി നല്ല പൊടി കയറുമ്പോൾ ഈ വിഷു ഇതൊന്നും ആവാനും നിൽക്കാറില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതേമാതിരി എല്ലാതൊന്നും എടുത്ത് തട്ടിപ്പൊട്ടി വയ്ക്കാറുണ്ട് കേട്ടോ. അതുപോലെ വീട്ടിൽ പോയി വന്നാലും അങ്ങനെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ചെറിയ അടുക്കളയുകൊണ്ട് അവിടെ തന്നെ എല്ലാതും വെച്ച് ശരിയാക്കാൻ കഴിയില്ല. അപ്പോൾ വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ ക്ലീനിങ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ പാത്രങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചതിന് ശേഷം ആദ്യം ടേബിളിൻ്റെ താഴെയുള്ള പാത്രങ്ങൾ പുറത്തേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ടേബിളിൻ്റെ താഴെയുള്ളതും അതുപോലെ ഇപ്പുറത്ത് കുടവും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് കഴുകാൻ നോക്കുകയാണ് കേട്ടോ. എൻ്റെ പഴയ ഉരുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ കഴുകിയിട്ട് വെയിലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ഉണങ്ങിക്കോളല്ലോ വിചാരിച്ചിട്ട്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, അപ്പോൾ ഞാനത് കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അങ്ങനെ കൂടുതൽ പാത്രങ്ങളില്ല, കുറച്ച് എടുത്തിട്ട് ഞാൻ അപ്പോൾ കുറച്ച് കഴുകിയിട്ട് അത് വെയിലത്ത് വെക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിച്ചുടനും നമ്മൾ പിന്നെ കൂടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും റിച്ചും കൂടി ആ പാത്രങ്ങളൊക്കെ വെയിലത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. മുട്ടെടുത്തോ റിച്ചുട്ടന് ഇനി ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടി എടുത്തോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ആദ്യം തന്നെ കബോർഡത്തെ ഗ്ലാസും കാര്യങ്ങളും പൊടികളും കാര്യങ്ങളാണ് ശരിയാക്കാൻ നോക്കുന്നത്. അവിടെയാണ് നല്ല പൊടി വന്നിട്ടുള്ളത്. കാരണം അവിടെ അങ്ങനെ നമ്മൾ അവിടെ ഒരു ജനലായിട്ട് നെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം കാറ്റടിച്ചാൽ നല്ല പൊടി കയറലുണ്ട്. ഇടയ്ക്ക് എപ്പോഴും എനിക്കത് തട്ടൽ തന്നെ പണിയെങ്കിൽ പോലും ഞാൻ ഈ ഗ്ലാസ്സിൽ കൂടെ ഒക്കെ കുറേ പൊടി കാണണം. അപ്പോൾ ഒന്ന് എടുത്ത് കഴുകണം എന്നൊക്കെ എന്നും കുറേ വിചാരിക്കണം. അപ്പോൾ എന്നാണ് ഇപ്പോൾ ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ അത് നേരാക്കാൻ നോക്കിയിട്ടോ. കബോർഡിൻ്റെ ഏറ്റവും മുകളിൽ വെച്ച സാധനങ്ങളാട്ടോ ഏറ്റവും നല്ല പൊടി ഉണ്ടാവുക. അവിടെയാണ് ഞാൻ പുട്ടും പാനിയും പിന്നെ ചിരവൊക്കെ വെക്കാറുള്ളത്. ചിരവൊക്കെ എടുക്കുമ്പോൾ ഞാൻ കഴുകാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് നല്ലോണം ഇറച്ചി കഴുകാൻ വെച്ചിട്ട് അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ട് വെച്ചിട്ടോ. പിന്നെ നമ്മൾ പൊടി ഇട്ടേക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ പൊടി കഴിയുമ്പോൾ എപ്പോഴും കഴുകി വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് ഞാനത് അതൊന്നും കഴുകാൻ പോയില്ല. പിന്നെ അതിൻ്റെ പുറത്തുള്ള പൊടികളും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. താഴെയുള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് വാരിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കബോർഡ് ഒന്ന് തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥാനം മാറ്റി വെക്കുന്ന പതിവുണ്ട്. അത് റൂമിലാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കബോർഡ് തിരിച്ച് വെച്ചിട്ട് ഞാൻ ഇനി അവിടെ ഉള്ള പൊടിയും കാര്യങ്ങളും കുറച്ച് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. റിച്ചുട്ടിന് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെറിയൊരു പണി പറ്റിച്ചിട്ടോ. ഞാൻ കുറച്ച് പൊട്ടണ ഗ്ലാസ്സല്ല നമ്മൾ ബോളും കാര്യങ്ങളും താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തൊന്നെടുത്തിട്ടൊന്ന് താഴെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പണിയെടുക്കുമ്പം അവൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അബദ്ധമാണ് അവൻ ഇത്തിനടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സൈഡിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും കേട്ടോ എടുത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നമ്മളൊരു പണിയെടുക്കുമ്പോൾ നമുക്ക് പിന്നെ കഴിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ പഴയ പോലെ ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും.
സമയം ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈമിലാണ് റിച്ചൂട്ടിന് ഞാൻ കഞ്ഞിയോ അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലും മുട്ടയൊക്കെ കൊടുക്കല്ലോ. അപ്പോൾ ഒന്ന് പാല് മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവന് കഞ്ഞിയും പിന്നെ മുട്ട പൊഴിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിച്ചൂട്ടിന് കഞ്ഞി കൊടുത്തിട്ടെങ്കിൽ ബാക്കി ക്ലീനിങ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ റിച്ചൂട്ടൻ്റെ കഞ്ഞിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ തുടയൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ പേപ്പർ വെക്കാമെന്നാണ് വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും പേപ്പർ അല്ലെങ്കിൽ കട്ടിക്കടലാസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന് മേലെയാണ് പാത്രങ്ങളൊക്കെ വെക്കാൻ കേട്ടോ. ആദ്യം ഈ സൈഡിൽ നിന്ന് പൊടികളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ കബോർഡ് കിട്ടുന്നതിന് മുന്നേ. ഇപ്പോൾ പിന്നെ കബോർഡ് കിട്ടിയതിന് ശേഷം ഒന്നുകൂടി പാത്രങ്ങൾ വെക്കാൻ സൗകര്യമായിട്ട് എനിക്ക്. അപ്പോൾ നമ്മൾ റിച്ചൂട്ടൻ കഞ്ഞി കുടിക്കുന്ന ടൈമിൽ റിച്ചൂട്ടൻ്റെ കളിക്കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ആരെല്ലാം എൻ്റെ ഇളയച്ചും കുട്ടികളാണ്. അപ്പോൾ അവർ രണ്ടാമത്തെ കുട്ടിക്ക് റിച്ചൂട്ടൻ്റെ പ്രായമാണ്, 2 മാസം അവൾക്ക് കയറും കേട്ടോ. അപ്പോൾ അവർ റൂമിലിരുന്ന് കളിക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ പണികൾ കുറേ എന്താ പറയുക പകുതിയോളം ആക്കി വെച്ചതല്ല. അപ്പോൾ ഞാൻ എൻ്റെ പണി എടുക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അവർ റൂമിൽ നിന്നിട്ട് കുട്ടികളായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതായിട്ട് നമ്മളെ ഈ ബൂസ് എന്ന് പറയണത് ഇവൾക്കാണ് റിച്ചിട്ടുണ്ട് ഒപ്പമുള്ള പ്രായം. പിന്നെ അവന് ആദിദേവ് എന്നാണ്. അവന് 3-4 വയസ്സായിട്ടുണ്ട്. പിന്നെ മുതൽ LKG പോകാനാണ്. അപ്പോൾ അവർ കുറേ ആയിട്ട് അവരെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിച്ചുടനെ വന്നാൽ ഒരു ഭയങ്കര കൂട്ടാണ്, നല്ല കച്ചറയാണ് കേട്ടോ. റിച്ചും യൂസും ഭയങ്കര എന്താ പറയുക അടിപിടിയാണ് എപ്പോഴും. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ കബോർഡിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൊടി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പാത്രങ്ങൾ കഴുകിയിട്ട് പിന്നെ പൊടി ഇടാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി പാത്രങ്ങളൊന്നും കഴുകണില്ല. അതിന് മുകളിൽ കൂടെ എല്ലാ പൊടികളും കാര്യങ്ങളും ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ പകുതിയോളം വൃത്തിയാവും. പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണെന്ന് കഴുകിയെടുക്കാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതിനായിട്ടുള്ള ബുദ്ധിമുട്ട് എടുക്കണമൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അത് പഴയ പോലെ ആയി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വെക്കുന്ന ടൈമിലാണ് എൻ്റെ നാത്തൂൻ്റെ കുട്ടികളും വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റവരും ഉണ്ട്. അപ്പോൾ ഇവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അവിടെ ഇരിക്കും. ഞാൻ എന്തായാലും ഒക്കെ അവിടെ വലിച്ചിട്ടുണ്ടാണ്. അപ്പം അങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ അവരോട് സംസാരിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. കുറച്ച് അവിടെ ഇരിക്കുക, കുട്ടീനെ കളിപ്പിക്കുകൊണ്ട് പറഞ്ഞിട്ട് അവരവിടെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ പണികളോട് കടന്നു പോകുന്നുണ്ട്. അവരവിടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ അവരെ അകത്തേക്ക് റൂമിലേക്ക് കയറ്റിയിട്ട് റൂമിലിരുത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ റിച്ചൂട്ടൻ നല്ല കുറുമ്പാണ്. കുറുമ്പ് ചില ഈ യൂസിനെ കാണുമ്പോൾ ഒന്നുകൂടി നല്ല കുറുമ്പ് കാട്ടും. അതിനെയും കാണിക്കലൊക്കെ ഉണ്ട്, പക്ഷേ യൂസിനായിട്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർ റൂമിൽ നിന്നിട്ട് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരോട് പണീൻ്റെ ഇടയിൽ കൂടെ. എങ്കിൽ പോലും അവർ കച്ചറ കാണിക്കേണ്ടത് തോന്നുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. റിച്ചൂട്ടിന് കുറച്ചൊക്കെ പേടുന്നെങ്കിൽ ഇന്നെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ലൊരു കച്ചറ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ റിച്ചൂട്ടിനും വ്യൂസ് ഭയങ്കര വികൃതിയാട്ടോ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കാട്ടും. അപ്പോൾ അവരൊക്കെ നമ്മൾ പിരിച്ച് അവരൊക്കെ സെറ്റാക്കി ലെവലാക്കി വേറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനും പിന്നെയും നമ്മുടെ പണിയിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ വേദനകളൊക്കെ ഒന്ന് നല്ലോണം ഉരച്ച് കഴുകിയിട്ട് മോപ്പ് കൊണ്ട് നിലമൊക്കെ നല്ലോണം തുടച്ച് ഗ്യാസും കാര്യങ്ങളും മുകളിലൊക്കെ നേരെ വൃത്തിയാക്കിട്ടോ. നമ്മുടെ ഗ്യാസും കാര്യങ്ങളും തുടച്ചതിന് ശേഷം ഞാൻ ഇന്നലെ അപ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറൊക്കെ വെച്ചിട്ട് അവിടുന്ന് എടുത്ത പാത്രങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ കുടവും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ തന്നെ അതത് സാധനം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് പച്ചക്കറി ഇട്ടേക്കുന്ന തട്ടും കാര്യങ്ങളാണ്. അതിൽ തന്നെ വാൽപാത്രവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വെക്കാറുള്ളത്, നൂരിക്കുട്ടിൻ്റെ കച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നല്ല പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എടുത്തപ്പോൾ എല്ലാതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അത് കഴുകിയിട്ട് ഞാനത് വേഗം വെയിലത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, അപ്പോൾ വേഗം ഉണങ്ങിക്കിട്ടും. അങ്ങനെ നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ തീരുമാനമായപ്പോൾ ഞാനിനി അവിടെ കുറച്ച് കുപ്പകളുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ച് വാരിട്ടെടുക്കാൻ വിചാരിച്ച് ഞാൻ വന്ന വിരുന്നവരെല്ലാവരും ഞാൻ റൂമിലേക്ക് തട്ടിയിട്ടും ഞാൻ അവരെല്ലാവരും റൂമിലുണ്ട് കേട്ടോ. ആരും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അടിച്ച് വരാൻ നിന്നു കേട്ടോ.
പിന്നെ നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ ഉള്ളിൽ തന്നെ കൊണ്ടു വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ടേബിളിൽ കൊണ്ട് വെച്ച ചോറും പിന്നെ ഇന്ന് മീൻ കറി മാത്രമായിട്ട് വെച്ചിട്ടുള്ളൂ. മീൻ വറ്റിച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചോറ്റിക്ക് അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ടേബിളിൽ പാത്രങ്ങളൊക്കെ നേരെ വീതനമേ കൊണ്ടുവയ്ക്കാനായിട്ട് ചെയ്തത്. പിന്നെ നമ്മൾ തട്ട് ഉണങ്ങിയപ്പോൾ തട്ടിൽ പാത്രങ്ങൾ കൊണ്ടുവയ്ക്കാൻ ഇനി റിച്ചും യൂസും സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവരൊന്ന് ഇണങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോഴൊന്ന് പിന്നെയും രണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അവർ രണ്ടാളും എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് എടുക്കാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത്. ഒന്നുമല്ല, നമ്മൾ പാത്രങ്ങൾ വെച്ചിരുന്ന റാക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് അവിടെ തന്നെ സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിനു ശേഷം എനിക്ക് ഭയങ്കര ദാഹം, ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് റാക്കൊന്ന് കഴുകിക്കൊണ്ടിരാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കണമല്ലോ. അപ്പോൾ അതാണ് ഇനി മെയിൻ പ്രശ്നമല്ല, മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പാത്രങ്ങളും തേച്ചും അതുപോലെ തന്നെ സെറ്റാക്കി വെക്കാണ്ട് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഡീപ്പ് ക്ലീനിങ് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ വീഡിയോസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൻ്റെ ഓവർവ്യൂ ഞാൻ കാണിച്ചു തരാമേ.